ഭക്തജനങ്ങളായിട്ട് ഭക്തിപൂർവമായിട്ട് ക്ഷേത്ര വിശ്വാസികളും ആചാരങ്ങളും നടത്താൻ വേണ്ടിയുള്ള ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന ആഘോഷമാണ് ഇന്ന് കാണുന്നത്. ഇന്നവർ ഈ 2 കരയിട്ട് 9 വാർഡുകളിലും ഈ ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ചേർന്ന് 3 വാഹനങ്ങളിലായിട്ട് ഈ വാർഡുകൾ തോറും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന് അഭിമാനമായ ഒരു കാര്യം ഓണം നാളിൽ തിരുവോണ ദിവസം അത്തപ്പൂക്കൾ ഇട്ടത് അപമാനമാണെന്നും പറഞ്ഞ് ഈ രാജ്യത്തെയും ഈ നാട്ടിലെ ഭക്തജനങ്ങളെ അപമാനിച്ചവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് മുതുപിലക്കാട് ക്ഷേത്രത്തിൽ നടന്നത്. എന്തായാലും ക്ഷേത്രത്തിൻ്റെ പേരുകൊണ്ടും ഇവിടുത്തെ വിശ്വാസികൾ എല്ലാം തന്നെ ഭക്തരായിട്ടുള്ളവരെയാണ് ഇപ്പോൾ ഭരണസമിതിയിൽ തിരഞ്ഞെടുത്ത് അവരെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഭരണസമിതി വന്നിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? മുതുപിലക്കാട് മുഴുവൻ ഭക്തജനങ്ങളുടെയും പ്രതീക്ഷയ്ക്കൊത്ത ഭരണസമിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൂടെ ഇരുന്ന ഭരണസമിതി ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും ചവിട്ടിമതിച്ചുകൊണ്ടാണ് അവർക്ക് തന്നിഷ്ടപ്രകാരം തോന്നിയതുപോലെ നടത്തിയ ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്താണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ട പല കാരണങ്ങൾ ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ദേവപ്രശ്നം നടത്തിയിട്ട് ആ ദേവപ്രശ്ന ചാർത്ത് പ്രകാരം കാര്യങ്ങൾ നടത്താതെ അവരുടെ പേരെഴുതി വെക്കാൻ വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അനാവശ്യമായ സദ്യാലയവും അതുപോലെ നാട്ടുകാരിൽ നിന്ന് അലങ്കാരഗോപുരത്തിൻ്റെ പേരിൽ പണം പിരിച്ചിട്ട് ഒരു പടിപ്പുരയും നിർമ്മിച്ച് വച്ചേക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തിരുവോണ നാളിൽ പട്ടാളക്കാരുൾപ്പെടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇട്ട പൂക്കളത്തിൽ സിന്ദൂർ എന്നെഴുതി ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ ആ പട്ടാളക്കാരോട് ആദരസൂചകമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത്. അതിനെതിരെ കേസ് കൊടുത്തിട്ട് വലിയ വാർത്തയാക്കി നാട് മുഴുവൻ പബ്ലിസിറ്റി കൊടുത്തവരാണ് ഇപ്പോൾ ഭഗവാൻ പിണ്ണുദേവർ. അവരെല്ലാം പടിയടച്ച് പിണ്ഡം വെച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പള്ളിവാട്ട് വരുന്ന സ്ഥലമാണിത്. പാർത്ഥസാരഥി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇതിപ്പോൾ നല്ല ഭരണമായിരുന്നു ഇവിടെ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായത്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ കയറി ഇത് പരിച്ച് മുടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അത് ഇന്ത്യ മുന്നണി സഖ്യമായിരുന്നു ഇത് പരിച്ച്. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നപ്പോൾ അവരെല്ലാം ശത്രുക്കളായി വീണ്ടും. ഇന്ത്യ മുന്നണി സഖ്യം ശത്രുക്കളായിക്കൊണ്ട് വീണ്ടും ഈ ഇലക്ഷൻ വന്നപ്പോൾ അവർ തോളെ കൈയിട്ടാണ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. അവരെ പൊന്നുദേവരുടെ സാന്നിധ്യത്തിൽ ഒന്നടങ്കം 27 പേരെയും തൂത്തെറിഞ്ഞ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം ക്ഷേത്ര വിശ്വാസികളുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ട്.